ഹേ ഗൈസ്, സോ മിക്ക ആസ്പിരൻസിൻ്റെയും മനസ്സിലുള്ള വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു ബിലീഫാണ് ദാറ്റ് മോർ സ്റ്റഡി മീൻസ് ബെറ്റർ ചാൻസസ്. കാരണം വളരെ സിമ്പിളാണ്. കാരണം കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്, സിലബസ് വളരെ വലുതാണ്. അപ്പോൾ ഇൻസ്റ്റിങ്ക്റ്റീവ്ലി നമ്മൾ ചെയ്യുന്നത് എന്താണ്? കൂടുതൽ പഠിക്കും, കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യും, കൂടുതൽ മെറ്റീരിയൽസ് കളക്ട് ചെയ്യും. ആക്ച്വലി ഇത് വളരെ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള തിങ്കിങ്ങിൻ്റെ ഫലമായിട്ട് വരുന്ന ഒരു കാര്യമൊന്നുമല്ല, സീരിയസ്നെസ്സിൻ്റെ കാരണം കൊണ്ട് വരുന്ന ഒന്നാണ്. പക്ഷേ ഇവിടെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു അസംഷനുണ്ട്, ദാറ്റ് മോർ എഫേർട്ട് ഓട്ടോമാറ്റിക്കലി ലീഡ്സ് ടു ബെറ്റർ റിസൾട്ട്സ് എന്ന ഒരു ബിലീഫ്. കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിൽ എഫേർട്ടും റിസൾട്ടും തമ്മിൽ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ലീനിയർ റിലേഷൻഷിപ്പ് ഒന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. ഈ ബിലീഫ് തന്നെയാണ് പല ആസ്പിരൻസിനെയും സ്ലോലി റോങ് ഡയറക്ഷനിലേക്ക് പുഷ് ചെയ്യുന്നതും അവരറിയാതെ തന്നെ അത്തരത്തിൽ പുഷ് ചെയ്യപ്പെടുന്നത്. ഈ വീഡിയോയിൽ ഈ അസംഷനെയാണ് നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. കാരണം ദിസ് ബിലീഫ് ഫീൽസ് സേഫ്, but actually it quietly breaks the preparation. Now let's go one step deeper. Why do aspirants start studying more? എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കൂടുതൽ പഠിക്കാനുള്ള ഒരു ടെൻഡൻസി വരുന്നത് എന്നതിനെക്കുറിച്ചാണ്. ഇത് മോസ്റ്റ്ലി ഫിയർ കൊണ്ടാണ്. കോമ്പറ്റീഷൻ ഹൈ ആണ് എന്നൊരു പേടിയുണ്ട്. മേ ബി ലാസ്റ്റ് അറ്റംപ്റ്റിൽ ഫെയിൽ ആയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഒരു പേടി ഉണ്ടാകും. അതുപോലെ തന്നെ ദാറ്റ് സംതിങ് മൈറ്റ് ബി മിസ്സിങ് എന്നൊരു ഫിയർ. അങ്ങനെ പ്രിപ്പറേഷൻ സ്ലോലി ഫിയർ ഡ്രിവൺ ആയിട്ട് മാറുന്നു. ഈ ഫിയർ ഡ്രിവൺ ആയിട്ടുള്ള പ്രിപ്പറേഷനിൽ എന്താണ് ആക്ച്വലി സംഭവിക്കുക? ക്ലിയർ ആയിട്ടുള്ള പ്ലാൻ നമ്മൾക്ക് ഉണ്ടാവുകയില്ല. ഇൻസ്റ്റെഡ് റിയാക്ഷൻ മാത്രമാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഈ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഈ പ്രിപ്പറേഷൻ്റെ സ്പീഡ് കൂടും. ഏതെങ്കിലും ഒരു റിസൾട്ട് വന്നാൽ ഗിൽറ്റ് ഡ്രിവൺ ആയിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങും. പ്രിപ്പറേഷൻ്റെ ഡയറക്ഷൻ ശരിയാണോ, അല്ലെങ്കിൽ ഇത് സഫീഷ്യൻ്റ് ആണോ, ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ വരുമ്പോൾ പുതിയ മെറ്റീരിയൽസ് ആഡ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇവിടെ പ്രിപ്പറേഷൻ ഒരിക്കലും ഡിസിഷൻ ബേസ്ഡ് അല്ല, മറിച്ച് ഇമോഷൻസ് ബേസ്ഡ് ആണ്. ഫിയർ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഗുഡ് അലാം തന്നെയാണ്. പക്ഷേ പ്രിപ്പറേഷൻ്റെ എഞ്ചിനായിട്ട് നമ്മൾ ഫിയർ ഉപയോഗിക്കുമ്പോൾ ഡയറക്ഷൻ ഒരിക്കലും സ്റ്റേബിൾ ആവുകയില്ല എന്നുള്ളതാണ്. ഈ ഫിയർ ഡ്രിവൺ പ്രിപ്പറേഷൻ തന്നെയാണ് ആസ്പിരൻസിനെ മോർ സ്റ്റഡി എന്ന ആ ഒരു ട്രാപ്പിലേക്ക് പുഷ് ചെയ്യുന്നത്, സ്ലോലി ആൻഡ് സൈലൻ്റ്ലി. അതുപോലെ തന്നെ മിക്ക ആസ്പിരൻസും മോർ സ്റ്റഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മോർ ഡെപ്ത് എന്ന രീതിയിലാണ്. അതായത് ടോപ്പിക്സ് കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കുക, എക്സാമിന് ആവശ്യമായതിലപ്പുറം കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുക. അതോടൊപ്പം തന്നെ മോർ മെറ്റീരിയൽസ്, അതായത് ന്യൂ ബുക്സ്, ന്യൂ PDFs, ന്യൂ വീഡിയോസ്, ഒരു സോഴ്സ് കൂടി ആഡ് ചെയ്താൽ കുറച്ചുകൂടി സേഫ് ആകും എന്നൊരു തോട്ടാണ് വരിക. അങ്ങനെ ഗ്രാജ്വലി മോർ ടൈം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും, കൂടുതൽ എഫേർട്ട് ഉണ്ടാകും. പക്ഷേ ഇവിടെ പ്രോബ്ലം എഫേർട്ട് അല്ല, പ്രോബ്ലം ഡയറക്ഷനാണ്. ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിൽ ഡെപ്ത്, മെറ്റീരിയൽ, ടൈം ഇവയെല്ലാം തന്നെ നമ്മൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് അങ്ങനെ ആഡ് ചെയ്യാൻ സാധിക്കുന്ന വേരിയബിൾസ് അല്ല. ബിക്കോസ് ദി എക്സാം ഡസൻറ്റ് ആസ്ക് ഹൗ മച്ച് യു സ്റ്റഡീഡ്, ഇറ്റ് ആസ്ക് വാട്ട് യു ക്യാൻ റീകോൾ, വാട്ട് യു ക്യാൻ അപ്ലൈ, എക്സിക്യൂട്ട് അണ്ടർ കൺസ്ട്രെയിൻസ്. അതായത് മോർ സ്റ്റഡി എന്ന് തോന്നുന്ന ഈ ഒരു പ്രോസസ്സ് ആക്ച്വലി പ്രിപ്പറേഷനെ ഹെവി ആക്കുകയാണ് ചെയ്യുക, മറിച്ച് അതിനെ ഷാർപ്പ് ആക്കുകയല്ല. ഇവിടെയാണ് അടുത്ത പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് മിക്ക ആസ്പിരൻസും കരുതുന്ന ഒരു കാര്യമാണ്, ഡെപ്ത് ആക്ച്വലി ഇൻക്രീസസ് നോളജ്. ആ നോളജ് വളരെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ റിസൾട്ട്സിനെയും ബെറ്റർ ആക്കും എന്നൊരു കാര്യം. ബട്ട് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്. കാരണം കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് എന്നുള്ളത് റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒന്നല്ല, നോളജ് അക്യുമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോസസ്സുമല്ല. ദീസ് എക്സാംസ് റിവാർഡ് എക്സിക്യൂഷൻ ബേസ്ഡ് ഓൺ പ്രിസിഷൻ. ലെറ്റ് മീ റിപ്പീറ്റ്, ദീസ് എക്സാംസ് റിവാർഡ് എക്സിക്യൂഷൻ ബേസ്ഡ് ഓൺ പ്രിസിഷൻ. പ്രിസിഷൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കറക്റ്റായിട്ട് റീകോൾ ചെയ്യാൻ സാധിക്കുക, അനലിറ്റിക്കൽ കേപ്പബിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കുക, ലിമിറ്റഡ് ടൈമിനുള്ളിൽ ഈ കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുക, പ്രഷറൈസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യാൻ സാധിക്കുക. ഇതാണ് പ്രിസിഷൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ പ്രിസിഷനോട് കൂടിയാണ് നമ്മൾ എക്സിക്യൂഷൻ ചെയ്യേണ്ടത്. സയൻറ്റിഫിക്കലി ചിന്തിക്കുകയാണെങ്കിൽ ബ്രെയിനിനെ നമ്മൾ കൂടുതൽ ഫാക്ച്വൽ ഇൻഫർമേഷൻ കൊണ്ട് ഓവർലോഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ നമ്മുടെ റീകോൾ സ്പീഡ് കുറയും, അക്യുറസി ഡ്രോപ്പ് ആകും. ഓഫ് കോഴ്സ് നോളജ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി നീഡഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബട്ട് എക്സാം ഡിമാൻഡ് ചെയ്യുന്ന ആ ഒരു നോളജും പ്രിസൈസ് ആയിട്ടുള്ള എക്സിക്യൂഷനുമാണ് ഡിസൈഡിങ് ഫാക്ടർ എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. ദാറ്റ്സ് വൈ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഡോണ്ട് റിവാർഡ് ഹൗ മച്ച് യു നോ, they reward how precisely you know what matters. ഓരോ കാര്യങ്ങളിലും ഇൻഡെപ്തായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ അത് വളരെ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് തോന്നാം. ബട്ട് പ്രിസിഷൻ എന്ന് പറയുന്ന കാര്യമാണ് നമ്മൾക്ക് റിസൾട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നൊരു കാര്യം ഓർക്കുക. ഇത് മനസ്സിലായില്ല എങ്കിൽ ഈ മോർ സ്റ്റഡി അല്ലെങ്കിൽ ഇൻഡെപ്ത് ആയിട്ടുള്ള പ്രിപ്പറേഷൻ എന്ന് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു കാര്യം സ്ലോലി കൗണ്ടർ പ്രൊഡക്റ്റീവായിട്ട് മാറും എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ അടുത്ത ഇഫക്റ്റ് നോക്കാം. ദാറ്റ് വെൻ യു സ്റ്റഡി മോർ വിത്തൗട്ട് കൺട്രോൾ എന്താണ് സംഭവിക്കുക? പ്രിപ്പറേഷൻ്റെ സ്ട്രക്ചറാണ് ആദ്യം ബ്രേക്ക് ആവുക. ഇത് വളരെ സൈലൻ്റ് ആയിട്ടാണ് സംഭവിക്കുക, വിത്തൗട്ട് ക്ലിയർ വാർണിംഗ്സ്. അങ്ങനെ പ്രിപ്പറേഷൻ്റെ സ്ട്രക്ചർ കൊളാപ്സ് ആകും, റിവിഷൻ സൈക്കിൾസ് ബ്രേക്ക് ആകും, ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ് ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. കാരണം നമ്മൾ വിചാരിക്കുക ഈ സിലബസ് കവർ ചെയ്തതിന് ശേഷം ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം, അങ്ങനെ ഒരു മൈൻഡ് സെറ്റാണ് നമുക്ക് വരിക. സ്റ്റഡി അവേഴ്സ് കൂടുന്നതിനൊപ്പം കൂടുതൽ ടോപ്പിക്സ് കവർ ചെയ്തു എന്നൊരു തോന്നൽ നമുക്ക് വരും. പക്ഷേ എക്സിക്യൂഷൻ ക്ലാരിറ്റി കുറഞ്ഞു വരികയാണ് ചെയ്യുക. ഈ പെർഫോമൻസ് മെഷർ ചെയ്യാനുള്ള യാതൊരു സിസ്റ്റം ഉണ്ടാവുകയില്ല. അങ്ങനെ പ്രിപ്പറേഷൻ വളരെ ബിസി ആയിട്ട് തന്നെ നിൽക്കും. ബട്ട് അത് കംപ്ലീറ്റ്ലി ഡയറക്ഷൻലെസ് ആയിരിക്കും. ഇവിടെയാണ് റിയൽ ആയിട്ടുള്ളൊരു ഡേഞ്ചർ ഉള്ളത്. ബിക്കോസ് സ്ട്രക്ചർ കൊളാപ്സ് ആയാൽ
എഫേർട്ട് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യപ്പെടും, റിസൾട്ട് ഉണ്ടാവുകയുമില്ല. ഇതുകൊണ്ടാണ് സീരിയസ് ആസ്പിരൻസ് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യും, എന്നാൽ അവരറിയാതെ തന്നെ റിസൾട്ട്സിൽ നിന്നും കൂടുതൽ അകന്നു പോവുകയാണ് ചെയ്യുക. ഇവിടെയാണ് മിക്ക ആസ്പിരൻസും കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു കോർ റിയാലിറ്റി വരുന്നത്. എഫേർട്ട് കൂടുമ്പോൾ അതിനനുസരിച്ച് മാർക്സും കൂടി വരണം എന്നൊരു എക്സ്പെക്റ്റേഷനാണ്. അത് വളരെ നാച്ചുറൽ ആയിട്ടൊരു കാര്യമാണ്. ബട്ട് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിൽ ഈ എഫേർട്ടും റിട്ടേണും തമ്മിൽ അങ്ങനെ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊപ്പോർഷണൽ റിലേഷൻഷിപ്പ് ഇല്ല എന്നുള്ളതാണ് സത്യം. അറ്റ് എ സർട്ടൻ പോയിന്റ് ഈ എഫേർട്ട് ഇൻക്രീസ് ചെയ്താലും റിട്ടേൺസ് ഇൻക്രീസ് ചെയ്യണമെന്നില്ല. സംടൈംസ് റിട്ടേൺ ഈവൻ ഡിക്രീസ് ചെയ്തും വരും. അതെന്തുകൊണ്ടാണ് എന്നതിനെക്കുറിച്ചും പറയാം. കാരണം എഫേർട്ട് ഒരു തെറ്റായ ഡയറക്ഷനിൽ അങ്ങനെ കൂടുതലായിട്ട് തുടരുമ്പോൾ എക്സിക്യൂഷൻ്റെ ക്വാളിറ്റി കുറയും, നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു ഫാറ്റിക് കൂടി വരും, നമ്മുടെ റീകോൾ സ്പീഡ് കുറയും, അക്യുറസിയും ഒക്കെ കുറഞ്ഞു വരികയാണ് ചെയ്യുക. സോ എഫേർട്ടൊക്കെ വളരെ ജെന്യൂൻ ആയിരിക്കും, വളരെ ഓണസ്റ്റ് ആയിട്ട് അത്രയും മണിക്കൂറുകൾ പഠനത്തിന് വേണ്ടി മാറ്റി വെക്കുകയും ചെയ്യും. പക്ഷേ ഈ മാർക്സ് എന്നുള്ളത് സ്റ്റാഗ്നൻ്റ് ആയിട്ട് തുടരും. ഇത് ഏറ്റവും അധികം റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ 2 or 3 അറ്റംപ്റ്റുകളൊക്കെ നടത്തി, ഒരേ എക്സാമിനേഷന് വേണ്ടി പ്രിപ്പറേഷൻ ചെയ്ത് അത്തരത്തിൽ അറ്റംപ്റ്റുകളൊക്കെ നടത്തി ഏതെങ്കിലും ഒരു മാർക്സിൽ അറൗണ്ട് 50 അല്ലെങ്കിൽ അറൗണ്ട് 60 ഇങ്ങനെയൊക്കെ മാർക്സ് സ്റ്റക്കായി നിൽക്കുന്ന ആസ്പിരൻസിന് വളരെ സ്ട്രോങ് ആയിട്ട് ഇത് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. മേ ബി ആദ്യ ഘട്ടത്തിൽ നിന്നും കൂടുതൽ എഫേർട്ട് അവർ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഘട്ടത്തിൽ ഇട്ടതിന് ശേഷവും അത്തരത്തിൽ മാർക്സ് സ്റ്റാഗ്നൻ്റ് ആയി നിൽക്കുന്ന ആളുകൾക്ക് അത് തീർച്ചയായിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ തോന്നിയിട്ടുള്ള ആസ്പിരൻസ് ഉണ്ട് എങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. കാരണം ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഫേസ് ആണ്. ബിക്കോസ് ആസ്പിരൻസ് വിചാരിക്കുക ഐ എം ഡൂയിങ് എവറിത്തിങ് റൈറ്റ്, സോ അതുകൊണ്ട് തന്നെ ഒരല്പം കൂടി പുഷ് ചെയ്താൽ അതിൻ്റെ റിസൾട്ട്സ് കിട്ടും എന്നുള്ളതാണ്. ബട്ട് പുഷിങ് ഹാർഡർ ഇൻ ദ സെയിം ഡയറക്ഷൻ ഓൺലി ടേക്സ് യു ഫർദർ അവേ ഫ്രം റിസൾട്ട്സ്. യെസ്, ഓഫ് കോഴ്സ് എഫേർട്ട് മാറ്റർ ചെയ്യുന്ന ഒരു കാര്യമാണ്, ബട്ട് ഓൺലി വെൻ ഇറ്റ് ഈസ് അലൈൻ വിത്ത് ദ റൈറ്റ് സ്ട്രക്ചർ. ഇവിടെയാണ് കറക്ഷൻ തുടങ്ങേണ്ടത്. ദ സൊല്യൂഷൻ ഇസ് നോട്ട് സ്റ്റഡി ലെസ്, അതല്ല സൊല്യൂഷൻ എന്ന് പറയുന്നത്. സൊല്യൂഷൻ ഇസ് ഡിസൈഡ് വാട്ട് ഡിസേർവ്സ് യുവർ ടൈം. അതായത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പറേഷനിൽ എവറിത്തിങ് കനോട്ട് ബി ഗിവൺ ഈക്വൽ ഇമ്പോർട്ടൻസ്. കാരണം മാർക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ മാറ്റർ ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻ പാറ്റേൺ മാറ്റർ ചെയ്യുന്നുണ്ട്, റിപ്പീറ്റ് ഏരിയാസ് മാറ്റർ ചെയ്യുന്നുണ്ട്, ടൈം കൺസ്ട്രെയിൻസ് എന്നൊരു കാര്യം മാറ്റർ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒന്നാണ്. പക്ഷേ ഫിയർ ഡ്രിവൺ ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷനിൽ ഈ പ്രയോറിറ്റികൾ ഡിസൈഡ് ചെയ്യുന്നത് ഒരിക്കലും എക്സാം അല്ല, മറിച്ച് ആങ്സൈറ്റിയാണ്. അതുകൊണ്ടാണ് സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് സ്കിപ്പ് ചെയ്താൽ അത് വളരെയധികം റിസ്കി ആയിട്ട് മാറും എന്ന തോന്നൽ വരുന്നത്. ഒരു പുതിയ മെറ്റീരിയൽ കാണുമ്പോൾ മേ ബി ഇത് യൂസ്ഫുൾ ആയിരിക്കാം, അങ്ങനെ ഒരു ചിന്ത നമുക്ക് വരുന്നത്. ഇവിടെയുള്ള ഒരു കറക്ഷൻ ലെൻസ് എന്ന് പറയുന്നതും വളരെ സിമ്പിളാണ്. ഇൻസ്റ്റെഡ് ഓഫ് ആസ്കിങ് ഹാവ് ഐ സ്റ്റഡീഡ് ഇനഫ്, ആസ്ക് ദിസ് വൺ ക്വസ്റ്റ്യൻ, ഈസ് ദിസ് ഇംപ്രൂവിങ് മൈ സിറ്റുവേഷൻ. വേണ്ടത്ര ഞാൻ പഠിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് പകരം ഇത് എൻ്റെ എക്സിക്യൂഷൻ ഇംപ്രൂവ് ചെയ്യുന്നുണ്ടോ, ഈ പ്രിപ്പറേഷൻ ഇംപ്രൂവ് ചെയ്യുന്നുണ്ടോ എന്ന ചോദ്യം ചോദിക്കുക. ആൻഡ് ഇഫ് ദ ആൻസർ ഇസ് നോ, എത്ര സിൻസിയർ ആയിട്ടുള്ള എഫേർട്ട് ആയാലും ആ എഫേർട്ടിനെ എക്സാം റിവാർഡ് ചെയ്യുകയില്ല എന്നുള്ളതാണ്. സോ സീരിയസ് പ്രിപ്പറേഷൻ ഇസ് നോട്ട് അബൌട്ട് ഡൂയിങ് മോർ, ഇറ്റ്സ് അബൌട്ട് ഡൂയിങ് വാട്ട് ദി എക്സാം ആക്ച്വലി റിവാർഡ്സ്. ഈ ഒരു ഷിഫ്റ്റ് മാത്രം മതി ഈ മോർ സ്റ്റഡി ഈക്വൽ ടു മോർ ഫെയിലിയേഴ്സ് എന്ന ആ ഒരു ലൂപ്പ് ബ്രേക്ക് ചെയ്യാൻ. ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് പറയാനുണ്ട്. ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് സ്റ്റഡിയിങ് ഹാർഡ് എന്നത് തെറ്റാണ് എന്നൊരു കാര്യമല്ല, മറിച്ച് സ്റ്റഡിയിങ് മോർ വിത്തൗട്ട് കൺട്രോൾ എന്നൊരു കാര്യം എത്രമാത്രം ഡേഞ്ചറസ് ആണ് എന്നതിനെക്കുറിച്ചാണ്. ബിക്കോസ് കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു വോളിയം ഗെയിം അല്ല, മറിച്ച് അതൊരു എക്സിക്യൂഷൻ ഗെയിമാണ്. അതായത് നിങ്ങൾ എന്താണ് പഠിച്ചത്, എങ്ങനെ അത് പഠിച്ചു, എത്രമാത്രം ആ കാര്യങ്ങൾ നിങ്ങൾ റിവൈസ് ചെയ്തു, എപ്പോഴൊക്കെ നിങ്ങളത് ടെസ്റ്റ് ചെയ്തു, അതോടൊപ്പം തന്നെ നിങ്ങളുടെ മിസ്റ്റേക്സ് എങ്ങനെ നിങ്ങൾ കറക്റ്റ് ചെയ്തു, ഇതെല്ലാം തന്നെ, ഈ പ്രോസസ്സ് എല്ലാം തന്നെ എത്ര കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു സൈക്കിൾ പോലെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തു. ഇതാണ് എക്സിക്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. So without this kind of a system, even sincere effort becomes noise. സ്ട്രക്ചർ ഇല്ലാത്ത ഹാർഡ് വർക്ക് സ്ലോലി വേസ്റ്റഡ് എനർജി ആയിട്ട് മാത്രമാണ് മാറുക. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളെ പാനിക് ആക്കുന്നതിന് വേണ്ടിയുള്ളതല്ല, മറിച്ച് ആ ഡയറക്ഷൻ ഒന്ന് റീതിങ്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ്. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്കൊരു അൺകംഫർട്ടബിൾ ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ദാറ്റ് ഈസ് ആക്ച്വലി എ ഗുഡ് സിഗ്നൽ. ബിക്കോസ് ആ ഒരു അവയർനെസ് തന്നെയാണ് ആദ്യത്തെ ഒരു കറക്ഷൻ എന്ന് പറയുന്നത്. അവിടെ മുതലാണ് യഥാർത്ഥത്തിലുള്ള പ്രിപ്പറേഷൻ തുടങ്ങേണ്ടത്. സോ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ദിസ് ഈസ് എക്സാക്ട്ലി വാട്ട് ഐ ഹവ് ബീൻ ഡൂയിങ് എന്നൊരു ചിന്ത നിങ്ങൾക്ക് വന്നിട്ടുണ്ട്, അങ്ങനെ തോന്നിയിട്ടുണ്ട് എങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കമന്റ് സെക്ഷൻ. സോ ഈ സീരീസ് ഇവിടെ അവസാനിക്കുന്നില്ല. വിൽ കണ്ടിന്യൂ ബ്രേക്കിംഗ് ദിസ് കൈൻഡ് ഓഫ് പ്രിപ്പറേഷൻ ഇല്യൂഷൻസ് വൺ ബൈ വൺ. അതുപോലെ ഈ സീരീസിലെ പ്രീവിയസ് വീഡിയോസ് ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അതേ സീക്വൻസിൽ തന്നെ കാണുന്നതിന് വേണ്ടി ശ്രമിക്കുക. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്, ആൻഡ് ഇഫ് ദിസ് ഇസ് യുവർ ഫസ്റ്റ് ടൈം ഹിയർ, then make sure to subscribe. I'll see you guys in the next one.